വഴി പോയി മറ്റേ അനക്കൊണ്ട് നടക്കുമ്പോൾ പോയിരുന്നു. എവിടെ കുറച്ചും കൂടെ ഹലോ ഹലോ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. മോർണിംഗ് മോർണിംഗ്. തണുപ്പ് കുറച്ച മോർണിംഗ്. 2 ദിവസം കൊണ്ട് നിന്റെ മൈക്ക് മണ്ടി പറ. രാവിലെ എന്നെ ചവിട്ടി എഴുപ്പിച്ച് അലറാൻ പറ്റി ചവിട്ടി എഴുപ്പിച്ചിട്ട് പോവാ പുറത്ത്. ഇന്നലെ നോക്കിയപ്പോ നല്ല മഞ്ഞായിരുന്നു. ഇന്നലെ പോയിട്ടുണ്ടെങ്കിൽ നല്ല മഞ്ഞാണ്. ഇന്ന് അധികം മഞ്ഞില്ലാന്ന് തോന്നുന്നു. എന്നാലും മഞ്ഞ് കുറച്ച് ഇറങ്ങിയിട്ടുണ്ട്. മഞ്ഞുണ്ടെന്ന് തോന്നുന്നു. ഇപ്പൊ മഞ്ഞ് കാണാനുള്ള മഞ്ഞ് യാത്രയിലാണ്. മഞ്ഞ് യാത്ര എവിടെയെങ്കിലും മഞ്ഞില്ലെങ്കിൽ നമ്മൾ നേരെ ഇവിടെ ലഡാക്ക്. ഇവളൊറ്റയ്ക്ക് ഞാൻ വീട്ടിൽ പോയിരിക്കും വിശക്കുന്നു. രാവിലെ വെറും വൈകിട്ട് വിളിച്ചോടും. അയ്യോ കുറച്ച് നല്ല തണുപ്പ്. മഞ്ഞ് എവിടെ കൊണ്ടെന്ന് അറിഞ്ഞത്തില്ല. ചുമ്മാ വയല് വാരവും റോഡ് വാരവും എല്ലാം ഇറങ്ങി നോക്കട്ടെ. ഭാഗ്യം ഉണ്ടെങ്കിൽ കാണാം. നിനക്ക് അല്ലെങ്കിൽ പൊന്മുടി വരെ പോവാൻ മഞ്ഞ് കാണാൻ. മഞ്ഞ് പോകുന്നുണ്ട്, ശ്രദ്ധിച്ചാ ഒരു മരിങ്ങനെ നല്ല തണുപ്പ്. നല്ല തണുപ്പുണ്ട്. അപ്പൊ മൂന്നാറുള്ളവരൊക്കെ ഏത് ഊട്ടി എപ്പൊ ഫ്രീസ് ആയെന്ന് കേട്ടാ മതി. ഇങ്ങനെ ഒരു യാത്ര കഴിഞ്ഞ് ഇപ്പം കൊറോണ ഒക്കെ അല്ലേ, അതുകൊണ്ട് യാത്ര കഴിഞ്ഞ് വീട്ടിൽ ചെന്നപ്പോ കുളിച്ചിട്ടല്ലേ നമ്മൾ കയറുള്ളൂ. ഇന്നില്ല സ്വന്തമായിട്ട് കുളിച്ച. അപ്പൊ ഇനി അങ്ങോട്ട് പോയി നോക്കട്ടെ, വല്ല ഉണ്ടെങ്കിൽ നമുക്ക് വീഡിയോയിൽ കാണാം. അങ്ങനെ ഒരു കാണാം. സെറ്റ് അടിപൊളി. അങ്ങോട്ട് പോയിക്കണേ. അടിപൊളിയല്ലേ, നല്ല സ്ഥലം അല്ലേ. ഞാൻ ഇതുവരെ ഇങ്ങോട്ട് വന്നിട്ടില്ല. അപ്പൊ ഇന്നലെ എന്ത് മഞ്ഞായിരുന്നായിരിക്കും അല്ലേ. സൂപ്പർ വിഷൻ അല്ലേ. അല്ലേ ഒരു മിനിറ്റ് ഏട്ടാ, അങ്ങനെന്നോ അതാ ഏതൊക്കെയോ കാട്ടു റൂട്ട് വഴി എന്നെ അതാ കൊണ്ടുപോണേ. പെട്രോൾ ഇല്ലെങ്കിൽ ഇന്ന് തേയും. ആര് തേയും? ഞാൻ തേയും. തേഞ്ഞു പോകും. തേഞ്ഞെങ്കിൽ തേഞ്ഞ് സത്യം പറഞ്ഞ ഞാൻ മാവോയിസ്റ്റാണ്. മനസ്സിലായി. അങ്ങോട്ട് പോകാം. ഇന്ന് എവിടെ ചെന്നെത്തുമെന്ന് അറിഞ്ഞില്ല. ഈ പോണടുത്തൊന്നും മഞ്ഞില്ല, അതാണ് സത്യം. മഞ്ഞില്ലാത്ത സ്ഥിതിയാണ് ഇവിടെ കാണുന്നത്. അങ്ങോട്ട് പോയാൽ വയലിന്റെ കാര്യം കൂടെ തന്നെ പോകുന്നത്. അത് അതുവരെ ഉള്ളു. മഞ്ഞുണ്ട്. മഞ്ഞ ക്യാമറയ്ക്ക് ക്ലിയർ ഇല്ല. കണ്ണിന് കുളിർമയേകുന്ന കാഴ്ചകളാണ് ഇങ്ങോട്ട് വരിക. ഇതെവിടെയാണ്? നാളെയാണ് കാരുണ്യ ലോട്ടറി. പോവാൻ പറ്റുമോ? അതാ വരുന്നു സുഖവേ. ഞാൻ ഒരേ ഒരു തെറ്റേ ചെയ്തിട്ടുള്ളൂ. ഞാൻ ഒരു പെണ്ണ് കെട്ടിപ്പോയി. അതിനെനിക്ക് എനിക്ക് ഉറക്കോ ഇല്ല, ഒന്നുമില്ല. എന്നെ രാവിലെ തന്നെ വിളിച്ചെടുപ്പിച്ചതാ. കണ്ട മഞ്ഞ് കാണുന്ന പറഞ്ഞ അവസാനം മഞ്ഞ് കണ്ടില്ലെങ്കിൽ ഇന്ന് ലോകം ഫുള്ളും കറക്കി. അതുകൊണ്ടാണ് ഞാൻ ഇത് ഉള്ളിടത്ത് കൊണ്ടുവന്നത്. ഇനിയിപ്പോൾ ഈ വയലിലിറങ്ങാൻ പോകണമെന്ന്. അപ്പോൾ എന്താ നമുക്ക് വയലിലിറങ്ങിയിട്ട് ഇവിടുത്തെ ആൾക്കാർ കണ്ട് തളക്കി വിളിച്ചില്ലെങ്കിൽ ഇവിടെത്താം. വരാൻ പറ്റില്ല. എന്ത് ചെയ്യും? വന്നു പറ്റില്ലെങ്കിൽ വണ്ടി ആട്ടോ ഓടിച്ച് ഇവിടെ എത്തിക്കും. ആരെങ്കിലും എത്തിക്കും, നമ്പർ വെച്ച് വിട്ട് സൈക്കോ ഇതാ പോകുന്നു. ഒന്നെങ്കിൽ ഒരു കൊത്ത് കിട്ടും, അത്രല്ലേ ഉള്ളൂ. പോകുന്നവരും നിനക്കല്ലേ ഇറക്കണം എന്ന് പറഞ്ഞ വയലിൽ ഇറങ്ങിയോ. മഞ്ഞ് തുള്ളി മഞ്ഞാണ്. വേണ്ട ഓളെ വളം അടിച്ചിട്ടിങ്ങനെ ഇരിക്കും. പണ്ടാണ് കണ്ണിലൊക്കെ വയ്ക്കുന്നത്. എൻ്റെ മെയിൻ വിഷയം എന്ന് വെച്ചാൽ ഞാൻ ബെൽറ്റ് ഇട്ടില്ല, പാൻറ് ഊരി പോകും. അപ്പോൾ അതായത് നമുക്ക് ഇവിടെ 5 സെൻറ്റ് ഭൂമി വാങ്ങണം, വീട് വയ്ക്കും, സെറ്റായിരിക്കും. പിന്നെ ഒരു അപകടം പറ്റിയാൽ പോലും ആരും കാണത്തില്ല, വിളിച്ചോണ്ട് പോയി. വയല് ഇവിടെയൊക്കെ വീടൊക്കെ സമ്മതിക്കില്ല. വയലല്ലേ, നികത്തിയ കേസാണ്. അയ്യോ എന്നെ ഫോളോ ചെയ്ത് വരൂ. എൻ്റെ പാത പിന്തുടരൂ, ജീവിതത്തിൽ മുന്നേറൂ. ഇതാണ് നിന്റെ തത്വം ഇനി മുതൽ.
ആ നല്ല രസമുണ്ട്. നിനക്ക് ഇതിനേക്കാളും ഫീൽ വേണമെങ്കിലേ ചെരുപ്പൂരിട്ട് നടന്നു നോക്കണം. ആ സൈക്കോ പറഞ്ഞ ഇവിടെ ചെരുപ്പൂരാണ്. തണുപ്പാ. ചെരുപ്പൊക്കെ ഊരി കൈ പിടിച്ച് ഇതാ പോട്ട് പോട്ട് മുന്നിൽ പോ. എങ്ങനെയുണ്ട്? പണ്ടുള്ള ആൾക്കാർ ഇങ്ങനെ ആയിരിക്കും കേട്ടോ, ചെരുപ്പൊന്നും ഇടാതെ. താഴെ ഇറങ്ങല്ലേ. ചാടിക്കോ. സൂവിന്റെ ഹൈ ജമ്പാണ് കാണാൻ പോകുന്നത്. എനിക്കൊരു കുഴപ്പമില്ല. നമുക്ക് ഇതാ ഒരുമാതിരി മനസ്സിന് താളം തെറ്റിയുടെ പോലെയൊക്കെയാണ് ഈ പെണ്ണ് പെരുമാറുന്നത്. സന്തോഷം ഓവറായിട്ട് കൂടിയാലും പറയാൻ പറ്റൂല, മനസ്സിന്റെ താളം തെറ്റിപ്പോവും. വഴിയല്ലേടി, മുന്നോട്ട് വഴിയുണ്ടോ? പിന്നെ താഴത്തില്ല പോ. അതിന് കുഴപ്പമൊന്നും വേണ്ട, പോ. നീ സൈക്കോയാണ്. കാണാൻ പറ്റുമോ? എവിടെ ഈ പൊടി സാധനോ? ചെളിയുണ്ടോ? അതാ ചെളിയായ വണ്ടി കയറില്ല, പിന്നെ കഴുകി പിറക്കി എടുത്ത് വണ്ടിയിലിടൂ. അയ്യോ പറഞ്ഞു, വീണാലും പതിയെ താഴെ എത്തുള്ളൂ, വെയിറ്റ് ഇല്ലാത്തോണ്ടേ. ഓക്കെ, ഇതൊക്കെ എന്തുവാടി? വഴി വെട്ടിപ്പോണം. അതാ ഒരുത്തിയാണെങ്കിൽ അതാ ഇലയിലുള്ള മഞ്ഞെല്ലാം തട്ടിക്കളയുന്നു. ഇലയ്ക്ക് പനി പിടിക്കുമെന്നാണ് ഈ ഡോക്ടർ പറയുന്നത്. ഒരു കാര്യം ചെയ്താ, ഇത്ര ലക്ഷക്കണക്കിനുണ്ട്. നീ ഇവിടെ നിന്നോ, ഞാൻ പോയി ചോറും കഴിച്ചിട്ട് വൈകുന്നേരം വരാം, നിനക്കുള്ള ഫുഡ് കൊണ്ടുവരാം. ഞാൻ കയറിയതാ 5 മിനിറ്റായി, ഇപ്പോഴാണ് വരുന്നത്. ഈ നമ്മളല്ലേ കാടും വയലും പുഴ എല്ലാം കണ്ടിരിക്കുമ്പോൾ നമ്മളെയൊന്നും വേണ്ട, അങ്ങ് പുള്ളിക്കാരത്തി ഒറ്റയ്ക്കാണ്. ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളി സ്ഥലം കേട്ടോ, സൂപ്പർ. ഇനി പറഞ്ഞോ? നീ വന്നാണ്, വാ നാളെ. രാവിലെ ഞാൻ പല്ലുപോലും തേച്ചില്ല. സമയത്ത് 8 മണിയാവാറായി. അതിനെ കൊണ്ട് അറിയാനുണ്ട്, സൈഡ് നീങ്ങിയില്ലേ. അപ്പൊ ഇന്നത്തെ ഇവളെ യാത്ര അവസാനിച്ച്. ഇവളെ യാത്ര നല്ലൊരു സ്ഥലം. ഇത് അമരവിള പാലത്തിന്റെ ഏത് പാലം? മരപ്പാലോ മരക്കട പാലോ അങ്ങനെ എന്തോന്ന് സെറ്റപ്പ്. ആ പാലത്തിന്റെ അങ്ങോട്ടാണ്, റെയിൽവേ ക്രോസിന്റെ ഒക്കെ അങ്ങോട്ടാണ്. അപ്പൊ എങ്ങനെയുണ്ടാണ് ഇവിടെ? അത് കൊള്ളാം കേട്ടോ, പക്ഷെ ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല. നല്ല വഴി പോയിട്ടോ, മറ്റേ അനാക്കൊണ്ട നടക്കുമ്പോൾ പോയിട്ടോ. സെറ്റ് സ്ഥലം. നല്ല വ്യൂ ഉണ്ട്, എത്ര ഏക്കർ. പക്ഷെ ഇവിടെ കൃഷിയൊന്നും ഇറക്കിയിട്ടില്ല, എന്താ നഷ്ടങ്ങളായിരിക്കും, അതായിരിക്കും ഇറക്കാത്ത. അപ്പൊ എന്തായാലും അടുത്ത് പുതിയൊരു സ്ഥലമായിട്ട് നമ്മൾ വരുന്നവരേക്കും എല്ലാവർക്കും ടാറ്റ.